ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിക്കൻ കറി വെക്കാം എന്നുള്ള ടിപ്സുമായിട്ടാണ്. അതിനായി 2 വലിയ ഉള്ളി, 2 മീഡിയം സൈസ് തക്കാളി എന്നിവ ചെറുതായി അരിഞ്ഞു വെക്കുക. നല്ലൊരു നേരിയൊരു രീതിയിൽ വേണം അരിയാൻ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഇവ ആവശ്യത്തിന്. ഇതിൻ്റെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് നമ്മൾ ഇട്ടാൽ മതി. നമുക്കിത് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ അത് കുറച്ചാൽ മതി. ഒരു കുക്കർ എടുത്തിട്ട് അതിന് ആവശ്യത്തിന് നമ്മൾ ഉള്ളി വഴറ്റാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അരിഞ്ഞ് വെച്ച ഉള്ളിയെല്ലാം അതിൻ്റെ അകത്ത് ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് ഉള്ളി വേവാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് എടുക്കാണ്ടുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാൽ ഉള്ളി കരിഞ്ഞു പോകും പെട്ടെന്ന്. നല്ലോണം വഴറ്റി വന്നാൽ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്തിട്ട് തക്കാളി നല്ലോണം വെന്ത് വരണം. പച്ച ആകുമ്പം തന്നെ നമ്മൾ ഈ മഞ്ഞപ്പൊടി അതൊന്നും ഇടണ്ട. തക്കാളി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം വേവിക്കുക. ഏകദേശം ഈ ഒരു ഇതാവണം. ഇപ്പോൾ കറക്റ്റ് വേവെല്ലായിട്ടുണ്ട്. കറക്റ്റ് വേവായാൽ നമ്മൾ ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ആ ഉള്ളിയിലും തക്കാളിയിലും ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു പച്ച ചൊയ മാറുന്ന വരെ നമ്മൾ മിക്സാക്കണേ. മഞ്ഞൾപ്പൊടി നല്ലോണം എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുത്താൽ മതി. അടുത്തത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചിക്കൻ പീസ് ആഡ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുക. നമുക്ക് എരിവ് അധികം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇടുക. അങ്ങനെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടി എത്രയോ ഇട്ടത് അതിനനുസരിച്ചിട്ട് തന്നെ മല്ലിപ്പൊടി ഇടണം. നന്നായി മസാല ഇറച്ചിയിൽ ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യണേ. നന്നായി ഇളക്കി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഉപ്പുണ്ടോയെന്നെല്ലാം നോക്കുക. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആദ്യം കുറച്ച് വേണ്ടത്ര ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന വിധം ഇളക്കി കൊടുക്കണേ. ആ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ, ഉപ്പിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എന്നിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ അടിച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അങ്ങനെ കറി ആയ ശേഷം നമുക്ക് മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് ആഡ് ചെയ്യാം.